വിഷ്ണുവിൻ്റെ മോഹിനിയാട്ടത്തിലുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ. കേരളത്തിലാകെ ഒരു ക്ഷേത്രമുള്ളൂ ഈ മോഹിനി രൂപത്തിൽ. പെരുന്തച്ചമടുത്ത ക്ഷേത്രമാണ്. 2000 കൊല്ലം പഴക്കമുണ്ട് ക്ഷേത്രത്തിന്. പെരുന്തച്ചൻ ശ്രീകോവിലിൻ്റെ പണി കഴിഞ്ഞ് പോകുമ്പോൾ ചെരിവ് കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇവിടെ 4 ഭാഗത്തും ഉളി അടിച്ചിട്ട് ലെവൽ ചെയ്തെന്ന് പറയുന്നുണ്ട്. ആ ഉളിയാണത് 4 ഭാഗത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ മീനമാസത്തിലാണ് ഉത്സവമൊക്കെ വരുന്നത്. ഉത്തരത്തിന് കൊടിയേറുക, അഗീരത്തിന് തുടങ്ങും, ഉത്തരത്തിന് കൊടിയേറും. അങ്ങനെ 15 ദിവസമാണ് മീനമാസത്തിൽ. പിന്നെ പിടിയാനേ പാടുള്ളൂ. ഓരോ പ്രത്യേകതകളുണ്ട്. വിഷ്ണുവിൻ്റെ മോഹിനി രൂപമല്ല, അതുകൊണ്ടാണ് പ്രത്യേകതകൾക്കുള്ളത്. കിരീടം വെച്ച കലകൾ പാടില്ല. അതേപോലെ കല്യാണം നടക്കാനാണ് ഇവിടെ ഏറ്റവും പ്രധാനം. അത് നമ്മൾ 21 ദിവസം സ്വയംവര പുഷ്പാഞ്ജലിയാണ് ചെയ്യണത്. ഇപ്പം കുറേ ആൾക്കാരുടെ കല്യാണം നടന്നു. അപ്പം അങ്ങനെ അത് അറിഞ്ഞിട്ട് കുറേ ആൾക്കാർ വന്ന് വഴിപാടൊക്കെ ചെയ്തു പോകുന്നുണ്ട്. അത് 21 ദിവസമാണ് നമ്മൾ ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട്. അതാണ് പഴക്കമുള്ള ക്ഷേത്രം. ആർക്കിയോളജി ടെൻഡറിലാണ്, ദേവസ്വം ബോർഡാണ് മുഴുവൻ കൊത്തിയതല്ലേ. അതൊക്കെ ഇത് ആർക്കിയോളജി ടെൻഡറിലാവുകൊണ്ട് ഇതേപോലെ നിലനിർത്തണം എന്നുള്ള കാരണം ഇതങ്ങനെ കൊത്തുപണികളൊക്കെ ആരെങ്കിലും കല്യാണം കഴിയാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞയച്ചോളൂ. 21 ദിവസം അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറിയിട്ട് പെട്ടെന്ന് റെഡി ആവും. കുറേ ആൾക്കാരുടെ കഴിഞ്ഞു അത് ചെയ്തിട്ട് തന്നെ. അങ്ങനെ പ്രത്യേകത ഉണ്ട്. മോഹിനിയുടെ ഇവിടെ മാത്രമല്ലേ ഉള്ളൂ ഈ രൂപത്തിലുള്ള പ്രതിഷ്ഠ ഇവിടെയുള്ളൂ. ഇന്ത്യയിലാകെ 2 ക്ഷേത്രം ഉള്ളത്. ഒന്ന് വേറെ സ്ഥലത്തുണ്ട് എന്ന് പറയുന്നുണ്ട്. കേരളത്തിലല്ല, കേരളത്തിൻ്റെ പുറത്താണ്. കേരളത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. അയ്യപ്പൻ്റെ അമ്മയായിട്ടുള്ള സങ്കല്പമാണ്. ശ്രീകോവിലിൻ്റെ ഉള്ളിൽ അയ്യപ്പനും ഉണ്ട്. പുറത്തേക്ക് കാണാൻ പറ്റില്ല. ഉത്സവകാലത്ത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത് തിടമ്പായിട്ടാണ് ഉള്ളത്. ഭഗവതി പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ മുമ്പിൽ അയ്യപ്പൻ വേണമെന്നുള്ള സങ്കല്പത്തിലാണ് വെച്ചേക്കുന്നത്. അപ്പം അങ്ങനെ അത് ഉത്സവകാലത്ത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അറിയാത്തവരുണ്ടെങ്കിൽ അവരോടൊക്കെ അമ്പലത്തിനെ പറ്റി പറഞ്ഞു ചോദിച്ചാ. അതാ ഞാൻ വീഡിയോ ആയിട്ട് എടുത്തപ്പോൾ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കാമല്ലോ. പ്രത്യേക രീതിയിലാണ് അത് പണിതിരിക്കണത് അല്ലേ. 2000 വർഷം പഴക്കം.